ഇന്നെന്താ നമ്മൾ മുട്ടയിട്ട് മുഖം വെളുപ്പിക്കാൻ പോകാം കേട്ടോ. അതിന് നമുക്ക് മുട്ടയും വേണം, ടിഷ്യൂ പേപ്പർ വേണം കേട്ടോ. അതാ നമ്മൾ മുട്ടയെടുത്തു, പൊട്ടിച്ചു, എന്നിട്ട് അതിനകത്ത് മഞ്ഞ മാറ്റിയിട്ട് വെള്ളം മാത്രമാണ് എടുക്കുന്നത് കേട്ടോ. അത് നന്നായിട്ട് നമ്മൾ മുഖത്തേക്ക് അപ്പം നമ്മൾ മുഖത്ത് തേക്കുന്നതിന് മുമ്പ് നമ്മുടെ ഫേസിലൊക്കെ ചിലപ്പം വേർപ്പോ അല്ലെങ്കിൽ ചെളി അഴുക്കൊക്കെ കാണുമ്പോൾ നമ്മൾ ആ ടിഷ്യൂ പേപ്പർ തന്നെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നന്നായിട്ടൊന്ന് തൂത്ത് കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം വേണം നമുക്ക് മുട്ട തേച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ മുട്ട വെള്ളം നന്നായിട്ട് മുഖത്തേക്ക് തേച്ച് പിടിപ്പിക്കണം. എല്ലാ സൈഡും നന്നായിട്ട് തേച്ച് നമ്മൾ പെട്ടെന്ന് ഫേസിലേക്ക് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് നമ്മൾ ടിഷ്യൂ പേപ്പർ മുഖത്തേക്ക് ഒട്ടിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തേക്കണം. കാരണം വെച്ചാൽ മുട്ടയായതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി പിടിക്കാൻ ചാൻസ് ഉണ്ട്. മുട്ട മുഖത്തേക്ക് പെട്ടെന്ന് ഉണങ്ങി പിടിച്ച് കഴിഞ്ഞാൽ ടിഷ്യൂ പേപ്പർ ഒട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഇച്ചിരി ഏറെ മുഖത്തേക്ക് തേച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ചുകൊണ്ടാൽ തന്നെ നമ്മുടെ ഫേസിലേക്ക് പെട്ടെന്ന് ഒട്ടി അങ്ങ് പോകും. ആ വെള്ളത്തിൻ്റെ നനം കൊണ്ട് ഒരു ഇച്ചിരി പതുക്കെ നമ്മൾ തേച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സൈഡ് ഉണങ്ങിക്കൊണ്ടിരിക്കും. ഉണങ്ങിക്കഴിയുമ്പോൾ ടിഷ്യൂ പേപ്പർ ഒട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ നമ്മളിതുപോലെ തന്നെ ഫേസിൽ നമ്മൾ ഇങ്ങനെ എല്ലാ സൈഡിലും ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ പെട്ടെന്നൊരു ഫംഗ്ഷൻ എന്തെങ്കിലും പോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് രാവിലെ ആണെങ്കിലും ഇപ്പോൾ എന്നാണ് പോകേണ്ടതെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ തന്നെ നമുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി റിസൾട്ട് ആകും. നമുക്ക് ഫേസ് നല്ല ഗ്ലോ ആയിട്ടിരിക്കും. ഞാനിവിടെ എനിക്ക് പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഫേസ് ഭയങ്കര ഡള്ളായിട്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ഫേസിൽ ഇപ്പോൾ ഇപ്പം ഞാൻ ഇച്ചിരി വീഡിയോ ഇത്തിരി സ്പീഡിലിട്ടിരിക്കുന്നതാണെന്നാലും ഇച്ചിരി പതുക്കെയാണ് ചെയ്യുന്നത്. അതിപ്പം ചിലയിടത്തൊക്കെ ഒട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ മുട്ടയിൽ മുക്കിയിട്ട് പേപ്പർ ഒട്ടിച്ച് കൊടുക്കുകയൊക്കെയാണ് ചെയ്തത്. ഇനിയിട്ട് നമ്മൾ ഫേസിൽ മാത്രമല്ല നമുക്ക് നമ്മൾ കഴുത്തിലും കൂടെ അതേപോലെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ കഴുത്തിലും കൂടെ നന്നായിട്ട് തേച്ച് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് റെഡിയാവും. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഒരു പ്രേതത്തെ പോലെ തോന്നുന്നുണ്ടോ? ഓക്കെ, ഒരു 10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്ത് തന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതുണ്ട് പേപ്പറൊക്കെ നല്ല എന്താ പറയുക പപ്പടം പോലെ ആയിട്ട് തുടങ്ങിയിട്ട്. അപ്പം അത് നമ്മൾ ഊരിയെടുക്കുമ്പോൾ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോഴത്തേക്ക് വേദനയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ചില ഇതൊക്കെ വെക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ വേദന എടുക്കാറുണ്ട്. പക്ഷേ ഇല്ല, ഇത് വേദനയൊന്നും എടുക്കത്തില്ല. സിമ്പിളായിട്ട് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. ഇപ്പം വേണ്ടത് ഞാൻ ആ സിന്ദൂരം തൊട്ടേക്കുന്നതിൻ്റെ അവിടെ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അവിടുത്തെ ഈ ഫേസിലെ ഒരു വ്യത്യാസം കണ്ടില്ല. അപ്പോൾ നമ്മൾ ഇത് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തായാലും ആ വ്യത്യാസം മനസ്സിലാകും കേട്ടോ. ഇപ്പോൾ തന്നെ കണ്ടില്ല, ഫേസിലെ ആ വ്യത്യാസം നിങ്ങൾ കണ്ടില്ലേ. ഇപ്പം അടിപൊളി ഒരു ഹാക്കാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളിത് ഇതെല്ലാം എടുത്ത് കഴുകി ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് വേണം ഫേസ് ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട്. കഴുകി നമ്മൾ തുടച്ച് കോട്ടനോ അല്ലെങ്കിൽ അതുപോലെ ടിഷ്യൂ പേപ്പർ തുണി എന്തെങ്കിലും വെച്ചിട്ട് ഫേസൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കളയാട്ടോ. അപ്പം എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിലവില്ലാത്തൊരു കാര്യമാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കേട്ടോ. അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നത്.